ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ ലോലിപോപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി 5 ചിക്കൻ വിങ്സ് എടുത്തിട്ടുണ്ട്. സ്കിന്നോട് കൂടിയിട്ടുള്ള വിങ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ സ്കിന്നൊന്ന് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് സ്കിന്നോട് കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ചിക്കൻ്റെ എന്തുണ്ടാക്കായാലും അതിൻ്റെ ആ സ്കിന്നൊന്ന് കളയാറുണ്ട്. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് കാണുന്ന ചിക്കൻ്റെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോയിൻറ്റിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പീസ് കിട്ടും ഇതിൽ നിന്ന്. ഇനി ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് ബോണിൽ നിന്ന് നമുക്ക് മീറ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കത്തി വെച്ചിട്ട് മെല്ലെ മെല്ലെ മീറ്റ് ഒന്ന് മേലേക്ക് ആക്കി കൊടുക്കാം. ഒരു ലോലിപോപ്പിൻ്റെ ഷേപ്പിൽ ആക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതൊരു ലോലിപോപ്പിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത പീസ് എന്ന് പറയുന്നത് അതിൽ 2 ബോൺ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെറുതായി ഒന്ന് കത്തിക്കൊണ്ട് വരഞ്ഞ് മീറ്റൊക്കെ ഒന്ന് മേലേക്ക് ആക്കണ നേരത്ത് 2 ബോൺ കാണാം. അപ്പോൾ അതിലൊരു ചെറിയ ബോൺ നമുക്ക് മാറ്റാം. കാരണം 2 ബോൺ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ലോലിപോപ്പിൻ്റെ ഷേപ്പിൽ നിൽക്കില്ല. അപ്പോൾ ഒരു ചെറിയ ബോണുള്ളത് അത് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ലോലിപോപ്പിൻ്റെ ഷേപ്പിൽ 2 ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചില പീസിലൊക്കെ ചിക്കൻ്റെ മീറ്റ് ഇതേപോലെയൊക്കെ കിടക്കുന്നുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശരിക്കും നല്ല ലോലിപോപ്പിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് സാധാ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി, കാരണം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എരിവ് കുറച്ച് മതിയാവും. ഇനി ഇതിലേക്ക് ഒരല്പം ചെറുനാരങ്ങ നീര് കൂടി പിഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ലോലിപോപ്പ് എടുത്തിട്ട് ഈ മൈദയിലൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചില മീറ്റൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ഒന്ന് ലോലിപോപ്പിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ഇതേപോലെ നമുക്ക് എല്ലാ പീസും ചെയ്തെടുക്കാം. ചെറിയൊരു കോട്ടിങ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയിൽ മുക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ടയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസും ഇട്ട് കൊടുക്കാം. സോയാ സോസിൽ ഉപ്പുള്ള കാരണം പിന്നെ ഞാൻ വേറെ എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നില്ല. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ ചിക്കൻ ലോലിപോപ്പ് എടുത്തിട്ട് മുട്ടയിലൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസ് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുക. നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഒരു കൈ വെച്ചിട്ട് മുട്ടയിൽ മുക്കുമ്പോൾ മറ്റേ കൈ വെച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കേണ്ടത്. അല്ലെങ്കിൽ ആകെ കൂടി കട്ട പിടിച്ച് പോകും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം അതൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം മാത്രം നമുക്ക് ഓരോ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയ കാരണം പെട്ടെന്ന് മേൽഭാഗമൊക്കെ ആയി കിട്ടും, പക്ഷേ ഉള്ളിൽ ചിക്കൻ വെന്ത് വരില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പുറം ഭാഗമൊക്കെ നല്ല കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഓയിലിൽ നിന്ന് എടുക്കാത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ലോലിപോപ്പാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ചെറിയൊരു ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.